ഹല്ലേലൂയ. സീൻ അവിടെ കഴിയുകയാണേ, ബാക്കി ഞാൻ പറയുന്നില്ല, അത് പിന്നെ സംസാരിക്കാനുണ്ട്. പക്ഷേ വിഷയം അതല്ല. നിന്ദിക്കപ്പെട്ട ഗർഭപാത്രത്തിനകത്തു നിന്നും, നിന്ദിക്കപ്പെട്ട അമ്മയുടെ ഗർഭപാത്രത്തിനകത്തു നിന്നും ജനിച്ച ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ ആലയത്തിൽ കരയുക. എന്തിനാ പ്രവാചക കരയുന്നത് ചിലപ്പോൾ കണ്ടവർ ചോദിച്ചേക്കാ. അടുത്ത ആളോട് പറയുന്നു, ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തിന് ശൗലിനെ യഹോവ മാറ്റി, ഇനി ആരാ രാജാവാകുന്നേ? ഇവൻ്റെ ഹൃദയത്തെ ദൈവം കണ്ടു. ഈ പ്രവാചകൻ്റെ ഹൃദയത്തെ ദൈവം കണ്ടിട്ട് ദൈവം പറഞ്ഞു, ശമൂവേലേ, എൻ്റെ പൊന്നു പ്രവാചക, നീ എന്തിനാ കരയുന്നേ? ഞാൻ വേറൊരുത്തനെ, കാട്ടിൽ കിടക്കുന്ന ഇശായിയുടെ മകനായ കാട്ടിൽ കിടക്കുന്ന ദാവീദിനെ ഞാൻ എന്ത് കണ്ടിട്ടുണ്ട്? രാജാ. ഒരു ദൂത് പറയട്ടെ, ദൈവം ഒന്നിനെ മാറ്റുമ്പോൾ മറ്റൊന്ന് കണ്ടിട്ടേ മാറ്റത്തുള്ളൂ. ഒരു 2 കുടുംബത്തെ ഒരുപക്ഷെ ഇവിടുന്ന് വിട്ടുപോകാൻ പിശാച് പദ്ധതി ഇടുമ്പോൾ 1000 കുടുംബത്തെ ദൈവത്തിനകത്ത് കയറ്റും. ഒന്നടയുമ്പോൾ മറ്റൊന്ന് തുറക്കും. മറ്റൊന്ന് തുറന്നു വെച്ചിട്ടേ ഇതടക്കത്തുള്ളൂ. ഇത് യഹോവയുടെ ഒരു സ്റ്റൈലാ. ഇത് യഹോവയുടെ ഒരു ആറ്റിറ്റ്യൂഡാ. ഇത് ദൈവത്തിന്റെ ഒരു സ്റ്റൈലാ. നിന്റെ മുൻപിൽ അടയുന്നതിന് മുന്നേ മറ്റൊന്ന് തുറക്കും. ഏതാണോ അടച്ചത് അതിനു മുന്നേ മറ്റൊന്നിനെ വിശാലമായി തുറക്കുന്ന യഹോവയുടെ കരം